ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ ഈവനിങ് വിഷ്വൽസിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മമ്മി ഇവിടെ ചൂടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ തെങ്ങോല പൊപ്പ വെട്ടിക്കൊണ്ട് വന്ന് തെങ്ങോലയുടെ അറ്റം തുമ്പ് ഭാഗം വെട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ ഇവിടെ തുഞ്ചാണി എന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഓല ചീവി കളഞ്ഞതിന് ശേഷം ഈർക്കിൽ ഉണങ്ങി. അപ്പോൾ ഉണങ്ങിയെടുത്ത് മമ്മി ഇങ്ങനെ ചൂടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു സൊല്യൂഷൻ എന്ന നിലയിലാണ് മമ്മി ഇത്തരം ഒരു വർക്കിലേക്ക് മാറിയിരിക്കുന്നത്. അങ്ങനെ മമ്മി നീളമുള്ള ഹൈറ്റുള്ള ചൂലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതാവുമ്പോൾ എന്താണ്, കുനിയാതെ മുറ്റടിക്കാൻ പറ്റും, മമ്മിക്ക് നിവർന്നുകൊണ്ട് മുറ്റടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി മമ്മി ഇങ്ങനെ അതിൻ്റെ വർക്കിൽ ഇങ്ങനെ പ്രോഗ്രസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ മമ്മി ചെയ്തുകൊണ്ടിരിക്കണം മമ്മിയുടെ ഹൈറ്റിലേക്ക് അതിൻ്റെ ലെങ്ത്ത് വെട്ടി കറക്റ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ പ്രോഗ്രസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സുമിയാണെങ്കിലും ഇതിലൂടെ മുറ്റത്തൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വയനാടാണെന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കാര്യം തണുപ്പൊക്കെ വരുമായിരുന്നു എങ്കിലും ഇപ്പം നല്ല ചൂടൊക്കെയാണ്. പക്ഷേ വൈകുന്നേരം ഒരു 4:30 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സുഖകരമായിട്ടൊരു അന്തരീക്ഷമാണ് വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം നമ്മളങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ മമ്മി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റായിട്ടുള്ള കുപ്പി, ഇവിടെ കുറേ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി എന്താണ് നമ്മൾ വേസ്റ്റായിട്ടുള്ള ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ ഈ സൈക്കിൾ ചെയ്തിട്ട്. അപ്പോൾ മമ്മി എന്താണ് അതൊക്കെ വെട്ടിയിട്ട് എന്താണ് അതിന് ഹാൻഡിൽ കറക്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാവുമ്പോൾ എന്താണ് ഈർക്കിൽ കയ്യിൽ കുത്തില്ല, മാത്രമല്ല മനോഹരമായിട്ടുള്ളൊരു ഹാൻഡിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ മമ്മി കുറേ അറ്റംപ്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കുറേ പരീക്ഷണങ്ങൾ, പുതിയ കണ്ടെത്തലുകൾ ഒക്കെ ആയിട്ട് തന്നെ മമ്മിയുടേതായ രീതിയിൽ മമ്മി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, അങ്ങനെ ഏകദേശം ഒരു ചൂലിൻ്റെ ഷേപ്പിലേക്കൊക്കെ എത്തി. അങ്ങനെ മമ്മി അത്യാവശ്യം വേണ്ട സേഫ്റ്റി മെഷേഴ്സൊക്കെ ചൂലിൽ ചെയ്തിട്ടുണ്ട്, കയ്യിൽ ഈർക്കിൽ കുത്താതിരിക്കാനായിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു ചൂലിൻ്റെ ഷേപ്പിലേക്കൊക്കെ എത്തി, അങ്ങനെ ഒരു ചൂലായി. അപ്പോൾ ഇനി മമ്മി വിചാരിക്കുന്നതൊന്ന് അടിച്ചു വാരിയൊക്കെ നോക്കണം. അതിന് മമ്മിക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണോ, സ്മൂത്തായോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ മമ്മി ഒന്ന് അടിച്ചു വാരാനൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുൻബോളാണ്. മമ്മി കറക്റ്റ് പ്ലേസ്മെൻ്റ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒന്നും അതാ മമ്മി വന്നു, മമ്മി ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നു. അങ്ങനെ അത് അടിച്ച് വാരിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഏകദേശം മമ്മിക്ക് സ്മൂത്തായി ഒക്കെ തോന്നുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടെ അറ്റകുറ്റപ്പണികളും കൂടെ തീർന്നു കഴിഞ്ഞാൽ പുളി സ്മൂത്താവുള്ളൂ എന്നാണ് മമ്മി പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ്ങിലെ വിശേഷങ്ങൾ. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ഏറെ പേരും എല്ലാം മുറ്റം അടിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള ചൂലുകൾ, പല സൈസിലുള്ള ചൂലുകളായിരുന്നു. അപ്പോൾ കാരണം മറ്റ് ഇന്നത്തെ രീതിയിലുള്ള ചൂലുകളൊക്കെ അന്ന് അവൈലബിലിറ്റി, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അവൈലബിലിറ്റി കുറവ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഇത്തരത്തിൽ ഈർക്കിൽ ചൂലുകൾ കൊണ്ടായിരുന്നു മുറ്റടിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളും പഴയകാല ചില ഓർമ്മകളിലൊക്കെ ഈ ഒരു ചൂലുണ്ടാക്കുന്ന സമയത്തും ഈ ചൂലിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്നുണ്ട്. അങ്ങനെ മമ്മി പുതിയതായി നിർമ്മിച്ച ചൂലിൻ്റെ അറ്റമൊക്കെ വെട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ വാക്കത്തിയൊക്കെ എടുക്കാനായിട്ട് പോവാണ്. അവിടെ പപ്പ എന്തോ വിറകൊക്കെ എടുത്ത് അടുക്കിയൊക്കെ വെക്കുന്നുണ്ട്. പപ്പ എന്തൊക്കെയോ പരിപാടിയിലാണ്. മുമ്പ് ഒരു വാഴക്കൊലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ. അപ്പോൾ അങ്ങനെ പപ്പ മമ്മിക്ക് നമ്മുടെ വാക്കത്തി കൊടുത്തു. അതിൻ്റെ അറ്റമൊക്കെ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യാനാണെന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കാനാണ്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് കൂടെയൊക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. മാത്രമല്ല തണുപ്പും നാറ്റുമൊക്കെ നമ്മുടെ വൈകുന്നേരം ആയതുകൊണ്ട് നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ സുമിയും എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നുണ്ട്. പതുക്കെ പപ്പയുടെ പരിപാടിയും പപ്പയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നു. പപ്പ എന്തോ വിറകിൻ്റെ പരിപാടിയൊക്കെ തന്നെയാണ്. ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴൊക്കെ നമ്മുടെ വെള്ളമുണ്ടയിൽ നിന്ന് അമ്മയൊക്കെ വരുമ്പോൾ അമ്മയുടെ മെയിൻ ഹോബിയായിരുന്നു ചൂലുണ്ടാക്കൽ. അമ്മ കുറേ ചൂലുണ്ടാക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കോഴിക്കോട് നിന്നൊക്കെ പോയി വരുമ്പോഴത്തേക്കും അമ്മയോട് മമ്മി വിളിച്ച് പറയും കുറച്ച് ചൂലൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന്. അങ്ങനെ അവിടുന്ന് വെള്ളമുണ്ടയിൽ നിന്ന് അവർ വരുമ്പോൾ ചൂലൊക്കെ ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം മമ്മിക്ക് വരുമ്പോഴേക്കും ഇത്രയും വലിയ ചൂലുകളൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ അമ്മ റെഡിയാക്കി തരുമോ. ഇപ്പോൾ പിന്നെ അമ്മയ്ക്ക് നല്ല പ്രായമൊക്കെ ആയാലോ. ഇവിടെ ഒരു ചെറിയൊരു അടുപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ ഔട്ട് ഹൗസ്, അല്ലെങ്കിൽ മമ്മി നിർമ്മിച്ചെടുത്ത പുറത്തുള്ള നമ്മുടെ അടുക്കളയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ വെള്ളം ചൂടാക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തിരുന്ന് നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാവും. എല്ലാവരും അവിടെ ഒന്നിച്ചിരുന്നിട്ടായിരുന്നു ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ, നമ്മുടെ ഇന്നത്തെ വർത്തമാനങ്ങൾ. അപ്പോൾ മമ്മിയുടെ ചൂലിൻ്റെ പരിപാടി ഏകദേശമൊക്കെ ഫിനിഷായി. മമ്മി അത് അതിൻ്റെ ഹാൻഡിലുകളൊക്കെ കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ആക്കി എന്തൊക്കെയോ വെറൈറ്റി ആയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. മമ്മിക്ക് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള രൂപത്തിലൊക്കെ മമ്മി അതിനെ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മമ്മിയുടെ അടിച്ചു വാരൽ രംഗം ആരംഭിച്ചിരിക്കുകയാണ്. മമ്മി നമ്മുടെ മുറ്റം മുഴുവൻ അടിച്ചു വാരാനായിട്ട് പോവുകയാണ്.
ദാ മമ്മി പോകുന്ന വീഡിയോ, മമ്മി അടിച്ചു വരാൻ തുടങ്ങുന്ന വീഡിയോ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മമ്മി മുറ്റത്തിൻ്റെ ഒരു അരികത്ത് നിന്ന് ഇങ്ങനെ അടിച്ചു തുടങ്ങി. നമ്മുടെ സുമി പുറകെ പോയി വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ അതിലെ ഇലയൊക്കെ വണ്ടി ഓടിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട്, കൂടുതൽ വർത്തമാനങ്ങൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും. അതുവരേക്കും ടേക്ക് കെയർ. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി ചായ കുടിക്കാൻ പോകാമെന്നാണ്. അപ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ.